ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മട്ടൻ ദം ബിരിയാണീൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. മസാല ഞാനിതാ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. 1/2 കിലോ മട്ടൻ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എന്താ പറയുക, ഈ ഒരു സെയിം സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദം ബിരിയാണി തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് മസാലകളൊന്നും ഇട്ടിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കളയരുത്. നമ്മൾ വളരെ കുറഞ്ഞ മസാല ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ആ ഒരു മട്ടൻ്റെ കറക്റ്റ് ഒരു ഫ്ലേവർ കിട്ടുന്ന നല്ല സൂപ്പറായിട്ടുള്ളൊരു ദം ബിരിയാണി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നത്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നതെന്ന്. മട്ടനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ പതപതോന്നായിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടനാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 കിലോ മട്ടൻ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തതാണ്, ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ളതല്ല. ക്രഷ് ചെയ്ത 1 ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ച് തന്നെ നല്ലപോലെ കുഴച്ചിട്ട് ആ ഒരു മസാലകളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ കൈവച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മട്ടൻ തന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇറങ്ങി വന്നോളൂ കേട്ടോ. അപ്പം വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മട്ടൻ്റെ വേവിനനുസരിച്ച് നോക്കി അമിതമായിട്ട് ഇത് വെന്ത് പോവരുത്. ഒരു എന്താ പറയുക 85% നമുക്ക് ഈ ഒരു കുക്കറിൽ നിന്ന് വെന്ത് കിട്ടിയതിന് ശേഷം ബാക്കി നമ്മൾ മസാലയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് എത്രത്തോളം വേവുള്ളതാണോ മട്ടൻ നിങ്ങൾ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 85% നമുക്ക് ഈ ഒരു കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഒരു 4 വിസിലാണ് 4 വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പം മട്ടൻ വെന്തിട്ടില്ല. പിന്നെയും ഞാനൊരു 4 വിസിലും കൂടെ അടിച്ചതിന് ശേഷമാണ് മട്ടൻ വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ അവിടെ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ ഫസ്റ്റ് ഞാനൊന്ന്. അപ്പോൾ മട്ടൻ അവിടെ നിന്ന് വേവട്ടെ. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ മസാലകളുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ അവിടെ വലിയ സൈസിലുള്ള 2 വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സവാള 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല സൈസുള്ളതാണ്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. വളരെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളിത് മസാല വാട്ടിയെടുക്കുന്നത് കുറച്ച് സവാള മാത്രമേ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പൊരിച്ചിട്ടാണ്, അതായത് ഉള്ളി പൊരിച്ച് മസാലയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുക. ആ ഒരു പൊരിച്ചിടുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ നമ്മൾ പകുതി കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ ഈ ഒരു സവാളൻ്റെ കുറഞ്ഞ ഭാഗം മാത്രമേ നമ്മൾ മസാലയിലിട്ട് വാട്ടിയെടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പൊരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഞാനിതാ ഇതുപോലെ ഒന്ന് നൈസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 തക്കാളിയാണ് കേട്ടോ. അപ്പോൾ 2 തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട്. അതും നമ്മൾ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി ഇതുപോലെ തന്നെ ഒന്ന് കട്ടാക്കിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെന്നാൽ പിന്നെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, അതും ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിനയിൽ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ തക്കാളീൻ്റെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി, ഉള്ളി, അതുപോലെ തന്നെ ചപ്പുകളൊക്കെ അതുപോലെ ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും വേണം. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചെണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചമുളക് ഞാനൊന്ന് ചതച്ചെടുത്ത് വരാം. അതുപോലെ തന്നെ ഈ ഒരു ചെറിയുള്ളി നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഫൈനായിട്ട് അരക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ മുളക് ഞാനിതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ചെറിയുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം.
എന്നിട്ട് നേരെ ഇതാ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് രണ്ടും. ഇനി ഇതാ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാനിത് അതുപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു തക്കാളിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് കഴുകിയിട്ടൊന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 2 കപ്പ് കയമ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊരു 4-5 തവണയൊക്കെ കഴുകിയിട്ട് നമുക്ക് അരിപ്പയിലിട്ട് വെള്ളം ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരു 4 വിസിൽ നമ്മുടെ മട്ടന് 4 വിസിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്ന് നോക്കുന്നത്. അപ്പോൾ അതാ തുറന്ന് നോക്കുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ടല്ലേ. നമ്മളൊരു തുള്ളി വെള്ളം പോലും വെച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് നമ്മളിതൊന്ന് അടുപ്പത്തേക്ക് വെക്കുകയാണ് ചെയ്തത്. നല്ലപോലെ തന്നെ കണ്ടില്ലേ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഞാൻ മട്ടനൊന്ന് എടുത്ത് നോക്കുമ്പോൾ മട്ടന് വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇളയ മട്ടനായതുകൊണ്ട് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു 4 വിസിൽ ആദ്യം അടുപ്പിച്ച് നോക്കി. അധികമായിട്ട് ഈ ഒരു കുക്കറിൽ തന്നെ ഭയങ്കരമായിട്ട് തന്നെ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഒരു 85% നമുക്ക് ഇതുപോലെ വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് മസാലയൊക്കെ ഇടുന്ന് വേണം, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അടപ്പിട്ടിട്ട് ഒരു 4 വിസിലും കൂടെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വേറൊരു കുക്കർ വെച്ച് നമുക്ക് മസാല ഒന്ന് സെറ്റാക്കി എടുക്കാം. മസാല സെറ്റാകുമ്പോഴത്തേക്ക് നമ്മുടെ മട്ടനും അപ്പുറത്തുനിന്ന് സെറ്റായിക്കോളും. അപ്പോൾ അതാ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. കാരണം നമ്മൾ ഈ ഒരു ബിരിയാണി വെക്കുന്നത് മസാല വഴറ്റിയിട്ടല്ല. മസാല നമ്മൾ കുറച്ച് മസാല വഴറ്റിയിട്ടല്ല എന്നല്ല, ഉള്ളി വഴറ്റിയിട്ടല്ല. ഉള്ളി കുറച്ച് ഭാഗം മാത്രമേ ഞാൻ വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള 2 സവാള ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. മൊത്തത്തിൽ ഇതൊന്നും പൊരിഞ്ഞ് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ബാച്ചായിട്ട് ഞാനിതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയൊരു 1/4 ഭാഗം നമ്മൾ അവിടെ വെക്കണം. അത് നമുക്ക് ഈ ഒരു സെയിം എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു സവാള എന്നൊരു 1/4 ഭാഗത്തോളം ഞാനിത് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ബാച്ചായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഈ ഒരു ഉള്ളി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. പിന്നെ തീ നല്ലപോലെ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം നമ്മളിത് ചെയ്തെടുക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൻ്റെ കളറും ഭയങ്കരമായിട്ട് അങ്ങ് കറുത്ത് ഡാർക്കായി പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് തന്നെ ഫുള്ള് മാറിപ്പോകും കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഉള്ളി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടൊരു കയ്പ്പാണ് ആ ഒരു മസാലയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉള്ളി ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. ഫ്ലെയിം നല്ലോണം തന്നെ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഉള്ളി നല്ലോണം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇനിയും കുറച്ച് സമയം കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പ് ടേസ്റ്റായി പോവും, ഭയങ്കരമായിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാൻ ഈ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ ഞാൻ ബാക്കിയുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ നല്ലൊരു ഗോൾഡൻ കളറായ സമയത്ത് ഞാൻ നേരെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് അധികം തന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് കളറ് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ആ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരെ ആ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മളൊരു 1/4 ഭാഗം ഉള്ളി മാറ്റി വെച്ചില്ലേ, അത് നേരെ ഇതിലേക്ക് എടുത്ത് തട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അത് നല്ലപോലെ ആ ഒരു എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ പറയുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടുമല്ലോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് തന്നെ സോഫ്റ്റായി വരണം കേട്ടോ, എന്നാലേ ആ ഒരു ബിരിയാണീൻ്റെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് തന്നെ ആ ഒരു കുത്തുമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ചിടുക. പിന്നെ നേരത്തെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളക് അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
അതും നന്നായിട്ട് ആ ഒരു സവാളൻ്റെ കൂടെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ 4 വിസിലും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് മട്ടൻ മാറ്റി വെച്ചല്ലോ. അപ്പോൾ ഇപ്പം നന്നായിട്ട് തന്നെ ഒരു 85% നമ്മുടെ മട്ടന് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഗ്രേവിയോട് കൂടി തന്നെ നേരെ ഈ ഒരു മസാലയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് ആ ഒരു ഉള്ളിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു സംഭവങ്ങളൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇറച്ചി എന്താ പറയുക, ആ ഒരു എല്ലിന്ന് വിട്ടു പോവാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കറിവേപ്പില, അതുപോലെ തന്നെ തക്കാളി, മല്ലിച്ചപ്പ്, പുതിനയില ഇതൊക്കെ നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷമാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു തക്കാളിയും കൂടെ ഈ ഒരു മട്ടൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു അടപ്പിട്ടിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ആ ഒരു തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തക്കാളി നന്നായിട്ട് തന്നെ സോഫ്റ്റായി വരണം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കേട്ടോ, ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സമയം ഞാൻ തുറന്ന് നോക്കുമ്പോൾ തന്നെ തക്കാളിയിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ഒരു മട്ടനിലുള്ള കുറച്ച് ഗ്രേവിയും കൂടെ ഉണ്ടായിരുന്നല്ലോ, തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാലകളായിട്ട് ഒരുപാടൊന്നും ഇട്ടിട്ട് നമ്മൾ ആ ഒരു മട്ടൻ്റെ ടേസ്റ്റ് കളയരുത്. 1 ടീസ്പൂണ് നിറയെ നമ്മൾ ഗരം മസാല, ബിരിയാണി മസാല ഉണ്ടല്ലോ, ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു നാരങ്ങൻ്റെ പകുതി നാരങ്ങയുടെ നീരും കൂടെ. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്ന കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണ് നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു സവാളൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഭാഗം അവിടെ മാറ്റി വെക്കണം കേട്ടോ, ലാസ്റ്റ് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്, ദമ്മിടുന്ന സമയത്ത് മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, പുതിനയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ഒരു മട്ടന് എല്ലിന്ന് ഊരിപ്പോയിട്ട് അങ്ങോട്ട് ഉടഞ്ഞു പോവരുത് ഇറച്ചി. ആ ഒരു രീതിയിൽ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ മതി, അടച്ചിട്ട് മാറ്റി വെക്കുക. ഈ ഒരു സമയം നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് സ്പൈസസ് മാത്രമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് പെരിഞ്ചീരകം കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വറുത്തിട്ടൊന്നല്ല വെക്കുന്നത്, അല്ലാതെ തന്നെ സാധാരണ രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. ഒരു 2 കപ്പ് അരിയാണല്ലോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ചോറ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി ഒരു 90% ഇതിന്ന് വെന്താൽ മതി. ബാക്കി നമുക്ക് ദമ്മ് കിടന്ന് വെന്തോളൂ കേട്ടോ. ഇനി കുറച്ച് നാരങ്ങ നീരും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ അരി നേരത്തെ തന്നെ കഴുകിയിട്ട് അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് തന്നെ വെള്ളം വെട്ടി തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നേരെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 2 കപ്പ് അരി ഉണ്ടല്ലോ, അത് നേരെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി തീ നല്ലപോലെ തന്നെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തീ നല്ലപോലെ ഇതൊന്ന് തിളച്ച് തുടങ്ങിയാൽ പിന്നെ അപ്പം തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ മൂടിയിട്ട് കൊടുത്തു, സിമ്മിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിള വന്നിട്ടുണ്ടല്ലോ അതിൽ. അപ്പോൾ ആ ഒരു തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പം തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കുക.
ഈ ഒരു സമയം നമ്മൾ ഒരു ഫോയിലിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതാ ഈ ഒരു എയർ ഹോളിലുണ്ടല്ലോ ഒന്നിങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ ആ ഒരു ദമ്മിൽ നല്ലോണം, അതായത് നമ്മൾ 1.5 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എയറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയം ഒരു 3/4 ഭാഗത്തോളം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ചോറ് ഇതാ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് മസാലേൻ്റെ കൂടെ ദമ്മിൽ കിടന്നിട്ട് വെന്തോളൂ കേട്ടോ. അപ്പോൾ പാകത്തിനാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി അധികം കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല, നേരെ അവിടെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗം തന്നെയാണ് നമ്മുടെ മസാലേൻ്റെ അടിഭാഗത്തേക്ക് വരേണ്ടത് കേട്ടോ. കാരണം മുകൾ ഭാഗത്താണല്ലോ കൂടുതൽ വേവാത്ത ചോറുണ്ടാവുക. അപ്പോൾ മസാല എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഇതാ ഞാനിങ്ങനെ ചോറൊന്ന് ലെയറാക്കി കൊടുക്കുകയാണ്. ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദാ നേരെ ഇതിലേക്ക് മൊത്തമായിട്ട് തന്നെ ചോറ് ഞാൻ ആ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഭാഗത്ത് മൊത്തമായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഒന്ന് കലക്കി മിക്സ് ആക്കിയിട്ട് അതും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നലുണ്ട് കേട്ടോ. റൈസിന് നല്ലൊരു യെല്ലോ കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ചെയ്യുന്നതാണ്. അപ്പോൾ അതാ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് നമ്മുടെ ഗരം മസാല ഇതിൻ്റെ മുകളിൽ കൊണ്ടൊന്ന് തൂവി കൊടുക്കുക. അപ്പോൾ ഇനി നന്നായിട്ട് ഇതാ കുക്കറിൻ്റെ അടപ്പല്ല കേട്ടോ ഞാനിട്ടത്, ഈ ഒരു അടപ്പിട്ടിട്ട് ഞാനിതാ ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം നമ്മൾ 15 മിനിറ്റ് ഇപ്പോൾ ഇതാ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് തുറന്ന് നോക്കുന്നില്ല. ഒരു അരമണിക്കൂറിന് ശേഷമാണ്, വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ അതായത് തുറന്ന് നോക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ആവിയൊക്കെ കയറിയിട്ട് സെറ്റായിട്ടുണ്ട്. ചോറായാലും കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെന്ത് സെറ്റായിട്ടുണ്ട്. എന്നാൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല. ഇനി ഈ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരു പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് അച്ചാറും തൈരും അതുപോലെ തന്നെ ചമ്മന്തിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മട്ടൻ്റെ ബിരിയാണിയും കൂടെ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ളത്, നമ്മളെ മട്ടൻ ആയാലും ബീഫായാലും ചിക്കൻ ആയാലും ഒക്കെ ബിരിയാണിക്ക് ടേസ്റ്റ് വേണമെങ്കിൽ ഇറച്ചി നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് വരിക. ഇനി ഇതാ കണ്ടില്ലേ ഇതിൻ്റെ മട്ടനൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് പതപതാന്ന് നിൽക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കിട്ടണം, എന്നാൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടൂ. ഇനി നേരെ കുറച്ച് അച്ചാറും തൈരൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ, ഒരു പിടി പിടിച്ചാൽ മക്കളെ അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.